എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഇഫ്താർ സ്പെഷ്യൽ, അധികം ഓയിലൊന്നും ഉപയോഗിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ് കേട്ടോ. മാവ് കുഴക്കുകയും പരത്തിയെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിതിലേക്ക് ഒരു 300 ഗ്രാം അളവിൽ എല്ലില്ലാത്ത ചിക്കന് തീരെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ചിക്കനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ലൈറ്റ് സോയാ സോസ് ആയതുകൊണ്ട് മാത്രമാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ മാത്രം മതിയാവും. ശേഷം ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 15 മിനിറ്റിന് ശേഷം ഇതുപോലെ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നില്ല. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു ചിക്കൻ ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ആദ്യം ഇളക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു ചിക്കനും കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം ഇവിടെ ചിക്കൻ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ ഒരു പാകത്തിന് നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം. ചിക്കൻ ഇതുപോലെ ഒന്ന് റെഡി ആയി വന്നാൽ ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടെടുത്ത ഈ ഒരു ഓയിൽ തന്നെ കുറച്ച് ഓയിൽ ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ചുവയൊന്ന് മാറി വരുന്ന സമയത്ത് ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാള ഇതിൽ തീരെ ചെറിയതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് സവാളയൊന്ന് അത്യാവശ്യം വഴണ്ടി വരുന്ന ഈ ഒരു സമയത്ത് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ക്യാപ്സിക്കം ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ഗ്രീൻ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ റെഡ് ക്യാപ്സിക്കവും തീരെ ചെറിയതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ഒരു ഗ്രീൻ ക്യാപ്സിക്കം മാത്രമാണ് ഉള്ളതെങ്കിൽ അത് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു റെഡ് ക്യാപ്സിക്കത്തിന് പകരം തീരെ ചെറിയതാക്കി കട്ട് ചെയ്തിട്ട് ക്യാരറ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാനാണ്. ഒരു 2-3 മിനിറ്റോളം ആ ഒരു ക്യാപ്സിക്കം ചേർത്ത് ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ലൈറ്റ് സോയാ സോസ് ആണ്. നിങ്ങൾ ഡാർക്ക് സോയാ സോസ് ആണ് എടുക്കുന്നതെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പും 1 ടീസ്പൂൺ അളവിൽ ചില്ലി സോസും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ചില്ലി സോസ് ഒന്നും ഇപ്പം നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാനാണ്. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മളിതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുത്താണ്. അപ്പോൾ ഒരു ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ, കാരണം സോയാ സോസിൽ ഉപ്പുള്ളതാണ്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില തീരെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതിലൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതിലൊരു 3 കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ ഒരു 3 കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ച് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് വറ്റൽമുളക് തീരെ ചെറുതായിട്ട് പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഒരു പാലും ചേർത്ത് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ബ്രെഡാണ് കേട്ടോ. നമ്മൾ ഇതുപോലെയുള്ള സ്നാക്സുകളൊക്കെ റെഡിയാക്കുന്ന സമയത്ത്
ബ്രെഡ് എടുക്കുമ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ വേണ്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുത്താൽ മാത്രമേ നമുക്കിത് പൊടിഞ്ഞൊന്നും പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് റോൾ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ചില ബ്രെഡൊക്കെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്ന ടൈപ്പ് ബ്രെഡ് ഉണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ നമ്മൾ നോക്കിയിട്ട് എടുക്കുക. ഇനി നമ്മൾ ഇതുപോലെ ആദ്യം ഒരു ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. ഒരുപാട് പ്രസ് ചെയ്ത് ഒരുപാട് ബലത്തിൽ കനം കുറഞ്ഞ് നമ്മളിത് പരത്തേണ്ട. ജസ്റ്റ് ഒരു തവണ ഇതുപോലെ ഒന്ന് പരത്തിയാൽ മതി. ഇതിൻ്റെ ഒരു സൈഡൊന്നും നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല. ആ ഒരു സൈഡോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതി. അതിനുശേഷം ഇതിൻ്റെ ഒരു അറ്റത്തായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇത് കുറച്ച് മൈദയിൽ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പേസ്റ്റ് പരുവത്തിലൊന്ന് റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ്. ശേഷം ആ ഒരു അറ്റത്ത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അതൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം ഇതുപോലെ നമുക്കൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു അറ്റം നമ്മൾ അതങ്ങ് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് വെച്ച് ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അങ്ങ് ഇരുന്നോളൂ കേട്ടോ. സ്റ്റിക്ക് വെച്ച് നമ്മൾ കുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. അത് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. നമ്മളൊരു മൈദ തേച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതുപോലെ നമ്മളൊരു സ്റ്റിക്ക് കുത്തി കൊടുക്കുകയാണെങ്കിൽ അത് പൊട്ടി പോകത്തില്ല എന്നുള്ളൊരു ധൈര്യത്തിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ആദ്യം ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് ബലത്തിൽ നൈസായിട്ട് പരത്തേണ്ട. അതിനുശേഷം ഒരു ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ആ ഒരു അറ്റത്ത് നമുക്ക് ഒരു മൈദയുടെ വെള്ളത്തിൻ്റെ ഒരു ബാറ്റർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതുപോലെ റോൾ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നമ്മളൊരു സ്റ്റിക്ക് ഒന്ന് കുത്തി കൊടുക്കുക. ഇത് കണ്ടില്ല, ഒരു സ്റ്റിക്കൊന്നും കുത്താതെ ഇത് നന്നായിട്ട് ഉറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റിക്ക് കുത്തി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ എല്ലാം തന്നെ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലൊരു പാൻ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണൊക്കെ മാത്രം ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമെന്നാണ് കേട്ടോ. ഇതുപോലെ വളരെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒരു പാനിൽ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ വീണ്ടും നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഓരോ ബ്രെഡും എടുത്തിട്ട് ഇതുപോലെ ഈ ഒരു മിക്സിൽ നമ്മൾ ഫുള്ളായിട്ട് അങ്ങ് മുക്കിയെടുക്കുകയല്ല ചെയ്യേണ്ടത്. ഇതുപോലെ ജസ്റ്റ് നമ്മൾ മുട്ടിച്ച് ആ ഒരു സൈഡിൽ നിന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുത്തതിന് ശേഷം ഈ ഒരു പാനിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. പാനിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുമ്പോഴും തീ നന്നായിട്ട് കുറച്ച് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. തീ കൂടി കിടക്കുകയാണെങ്കിൽ അതങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ല, അതിനങ്ങ് മുക്കിയെടുക്കാതെ ഈ ഒരു രീതിക്ക് നമ്മളതിലൊന്ന് ആക്കി കൊടുത്താൽ മതി ഒരു ബാറ്റർ. അപ്പോൾ ഇതുപോലെ നമ്മൾ പാനിൽ വെച്ച് കൊടുത്തതിന് ശേഷം എല്ലാ സൈഡും നന്നായിട്ട് നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അത്യാവശ്യം നന്നായിട്ട് ഇതിൻ്റെ പുറമേ നിന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. ഈ ഒരു സൈഡെല്ലാം നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് കൂടാതെ ഈ ഒരു 2 അറ്റവും നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ എല്ലാ സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇത് നമുക്ക് പാനിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതെല്ലാം തന്നെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളൊരു ചില്ലി ചിക്കനൊക്കെ ചെയ്യുന്ന ഒരു രീതിക്കാണ് ഏകദേശം ഒരു ഫില്ലിങ്ങും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളിത് സെർവ് ചെയ്യുന്ന ഒരു സമയത്ത് ഈ ഒരു സ്റ്റിക്ക് എടുത്ത് കളഞ്ഞിട്ട് വേണം കേട്ടോ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലൊക്കെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.